ഹേയ് ഗൈസ്, ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരു ഡബിൾ ഹെഡർ ഡേ ആണ്. രണ്ടാമത്തെ മത്സരം ഇപ്പം കണ്ട് എല്ലാവരും ഒരു സ്പെഷ്യൽ മൂഡിലായിരിക്കും എന്നുള്ള അറിയാം. എന്താണെങ്കിലും നമുക്ക് ആദ്യത്തെ മത്സരത്തെ പറ്റി പറഞ്ഞതിന് ശേഷം രണ്ടാമത്തെ മത്സരത്തിലേക്ക് വരാം. ആദ്യം നടന്ന മത്സരം കലിംഗയിൽ നടന്ന ഒഡീഷ എഫ് സിയും അതുപോലെ ജംഷഡ്പൂർ എഫ് സിയും തമ്മിൽ നടന്ന മത്സരമാണിത്. ഒഡീഷ എഫ് സി ഈ സീസണിലെ ആദ്യത്തെ 3 പോയിൻറ്റ്സ് വിജയം സ്വന്തമാക്കുന്നു എന്നുള്ളതാണ്. എങ്കിൽ ജംഷഡ്പൂർ എഫ് സി ആദ്യ പരാജയവും സ്വന്തമാക്കുന്നു എന്നുള്ളതും നമുക്ക് ഈ ഒരു മത്സരത്തെ പറ്റി പറയേണ്ടതുണ്ട്. 2-1 എന്നുള്ള നിലയിലാണ് ഈ ഒരു മത്സരം അവർ സ്വന്തമാക്കുന്നത് ഒഡീഷ. മത്സരത്തിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ രണ്ട് ഭാഗത്തു നിന്നും ചില അറ്റാക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിരുന്നു. അതിൽ ജംഷഡ്പൂരിനാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു അവസരം നഷ്ടപ്പെട്ടത്. ഹാവിഡ് ഒരു ബ്രില്യൻ ഷോട്ട്, അതായത് ഒരു ടിപ്പിക്കൽ ഷോട്ടാണ്, ഒരു ലോങ് റേഞ്ചർ ലെഫ്റ്റ് ഫുട്ടർ ഷോട്ട്, പക്ഷേ പോസ്റ്റിലിടിച്ചു പോയി. പക്ഷേ അതിന് ശേഷമാണ് ഒഡീഷ എഫ് സിയുടെ ഭാഗത്തുനിന്ന് ഒരു അറ്റാക്ക് വരുന്നതും ഒരു ഗോള് ഡീഗോ മൊറീഷ്യയിലൂടെ സ്വന്തമാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു 1-0 എന്ന നിലയിൽ അവർ ലീഡ് നേടുന്നത്. ഈ ഒരു ഗോളിനെ പറ്റി പറയുമ്പം ഗോൾ നേടിയത് ഡീഗോ മൊറീഷ്യയാണ്, അസിസ്റ്റ് കൊടുത്തത് ബോമസ് ആണ്. പക്ഷേ ഈ ഒരു ഗോളിൻ്റെ ക്രെഡിറ്റ് ഞാൻ പറയുക അത് ഇസാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒഡീഷ എഫ് സിയുടെ യങ് താരത്തിനാണെന്നുള്ളതാണ്. അദ്ദേഹം ആ ഒരു ബോൾ കൺട്രോൾ ചെയ്തിട്ട് 2-3 പ്ലേയേഴ്സിന് ഡ്രിബിൾ ചെയ്തിട്ട് ആ കൊടുത്ത മനോഹരമായിട്ടുള്ളൊരു പാസ്, അത് നമുക്ക് വീണ്ടും വീണ്ടും റിവൈൻഡ് ചെയ്ത് കാണാൻ തോന്നുന്നൊരു മൊമെൻ്റ് ആയിരുന്നു. അതുപോലത്തെ ഒരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ ഉടനീളം ഇസാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു താരം നടത്തിയത്. അമേസിങ് പെർഫോമൻസ്. ഈ ഒരു മത്സരത്തിലെ ഒരു ബെസ്റ്റ് പ്ലെയറും ആ ഒരു താരം തന്നെയായിരുന്നു എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഗോൾ വരുന്നത് ഒരു കോർണർ കിക്കിൽ നിന്ന് ടിപ്പിക്കൽ മെത്തഡ് ഓഫ് ഫോൾ കോർണർ കിക്ക് ഹെഡർ തന്നെയാണ് സംഭവിച്ചത്. അങ്ങനെ ഒരു 2-0 എന്നുള്ള നിലയിൽ ഈ പറഞ്ഞ പോലെ അവരൊരു ആധിപത്യം, ഒരു കൃത്യമായിട്ടുള്ള ലീഡ് ഹാഫ് ടൈമിലേക്ക് പിരിയുമ്പോൾ അവർ സ്വന്തമാക്കി എടുത്തു എന്നുള്ളതാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും കളിയുടെ ഒരു പേസ് ഒന്ന് കുറയ്ക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ഒഡീഷ എഫ് സിയുടെ പ്ലാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൊബേറയ്ക്ക് ആദ്യത്തെ വിജയം സ്വന്തമാക്കണം. കാരണം ഒഡീഷ എഫ് സി ഈ സീസണിൽ തന്നെ ആദ്യം ലീഡ് ചെയ്തിട്ട് തോറ്റ അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ജംഷഡ്പൂർ എഫ് സി കുറച്ചും കൂടി ഒരു അറ്റാക്കിംഗ് പ്ലാൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഖാലിദ് ജമീലിന്. ആ ഒരു ഗോള് വരുന്നത് ഒരു ഓൺ ഗോളാണ്. ഒരു കോർണർ കിക്കിൽ നിന്ന് മൊബഷീറിൻ്റെ ഒന്നാന്തരം ഒരു കോർണറായിരുന്നു. അത് ഫോളിൻ്റെ തലയിൽ തട്ടിയിട്ടാണ്, അല്ലെങ്കിൽ ശരീരത്ത് തട്ടിയിട്ടാണ് ഗോളിലേക്ക് മാറുന്ന ഒരു മത്സരത്തിൽ ഗോളും ഓൺ ഗോളും മൊത്തം ഫോൾ സ്വന്തമാക്കുന്നു എന്നുള്ളത് ഈ ഒരു കാര്യത്തെപ്പറ്റി പറയേണ്ടിയിരിക്കുന്നു. അതിനുശേഷം പറഞ്ഞ പോലെ ജംഷഡ്പൂരിൻ്റെ ഭാഗത്ത് നിന്ന് അറ്റാക്സ് കാര്യങ്ങളൊക്കെ വന്നിരുന്നു. പറഞ്ഞ പോലെ ഒഡീഷ എഫ് സിയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ പറഞ്ഞ പോലെ കളിയെ ഒന്ന് സ്ലോ ചെയ്തു. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഒരു പ്രൈം ലൊബേറയുടെ അണ്ടറിൽ എങ്ങനെ ഒരു ടീം കളിക്കുന്നു എന്നുള്ളതാണ് കണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടി ഒരു ബോൾ കൺട്രോൾ ചെയ്ത് പൊസഷൻ വെച്ചിട്ട് കളി കുറച്ച് ഡിഫൻസ് ഫോക്കസ് ചെയ്ത് ഇനി ഗോളുകൾ വരാത്ത രീതിയിൽ ആ 3 പോയിൻറ്റ്സ് നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് കളിച്ചത്. അതിൽ അവർക്ക് ഒരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചു. ആദ്യത്തെ 3 പോയിൻറ്റ്സും സ്വന്തമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ മത്സരം, ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം, മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റിനെ 3-0 എന്ന നിലയിലാണ് ബംഗളൂരു എഫ് സി പരാജയപ്പെടുത്തുന്നത്. അതും ബംഗളൂരു എഫ് സിയുടെ ഒരു ഹോം മത്സരമായിരുന്നു. ഈ ഒരു മത്സരത്തെ പറ്റി പറയുമ്പോഴത്തേക്കും തുടർച്ചയായിട്ടുള്ള 3ാമത്തെ മത്സരത്തിലാണ് ബംഗളൂരു എഫ് സി വിജയിക്കുന്നത് എന്നുള്ളതാണ്. ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്, ഒന്നും പറയാനില്ല. ബംഗളൂരു എഫ് സിയുടെ ഒരു ടീമിൻ്റെ ഒരു സ്പിരിറ്റും ഒരു ഹൈലി ഇൻറ്റൻസിറ്റി മാച്ച് തന്നെ നമുക്ക് ഈ ഒരു മത്സരത്തിൽ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ മോഹൻ ബഗാൻ്റെ ഭാഗത്തു നിന്നൊരു പ്രധാന പ്രശ്നം അവർക്കൊരു കൺട്രോൾ ഇല്ലാത്തൊരു ഗെയിം ആയിരുന്നു എന്നുള്ളതാണ്. ഈ ഒരു 3-0 എന്ന് പറയുന്ന സ്കോർ ലൈൻ മാത്രമല്ല, ഏതൊരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും അവരുടെ ഒരു ഡോമിനേഷൻ, ബി എഫ് സിയുടെ ഒരു ഡോമിനേഷൻ തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ നമ്മൾ കണ്ടത് എന്നുള്ളത് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും പറഞ്ഞല്ലോ, ആദ്യത്തെ ഗോള് വരുന്നത് എഡ്ജർ മെൻഡസ് എന്ന് പറയുന്ന താരമാണ് ആ ഒരു ഗോള് സ്കോർ ചെയ്യുന്നത്. അത് ഒരു സെറ്റ് പീസ് സിറ്റുവേഷനാണ്. അവിടെ നിഖിലിൻ്റെ ഒരു ഹെഡർ വന്നു, കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ എഡ്ജർ നടത്തിയതാണ് ആ ഒരു ഫസ്റ്റ് ഗോൾ വരുന്നത്. രണ്ടാമത്തെ ഗോളും ഒരു ടീം ഗെയിമിൽ നിന്ന് വന്നു. എഡ്ജറിൻ്റെ റൈറ്റ് വിങ്ങിലൂടെ റൺ, അദ്ദേഹം ഒരു കട്ട് ബാക്ക് കൊടുക്കുന്നു. ഛേത്രി അടിക്കാൻ ശ്രമിച്ചു, പക്ഷേ ഒരു ടാപ്പിൻ ഗോൾ എന്ന നിലയ്ക്ക് തന്നെ അടിക്കാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ തൊട്ട് പുറകിൽ സുരേഷ് ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ആ ഒരു ഗോൾ അടിക്കാൻ പറ്റി. പിന്നെ മൂന്നാമത്തെ എഡ്ഗറിനെ ഫൗൾ ചെയ്യുന്നൊരു ഇൻസിഡൻ്റാണ്. അങ്ങനെ ഛേത്രി ഗോൾ അടിക്കുന്നു. ഗോൾ അടിച്ചതോടുകൂടി ഛേത്രി ISL ഓൾ ടൈം ടോപ്പ് സ്കോറർ എന്ന ലെവലിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ 3 ഗോളുകളിലും ഈ പറഞ്ഞ
എഡ്ഗർ മെൻഡസ് എന്ന് പറയുന്ന ഒരു താരത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അദ്ദേഹം മത്സരത്തിലുടനീളം മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയത് എന്നുള്ളതാണ് പറയേണ്ടത്. എന്താണെങ്കിലും മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ 3 മത്സരത്തിൽ ഒരു ജയം, ഒരു തോൽവി, ഒരു സമനില ഇങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. അവരുടെ പെർഫോമൻസ് സോ ഫാർ അത്ര മികച്ചതല്ല എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. സോ സെക്കൻഡ് ഹാഫിൽ അവർ ചില ചേഞ്ചസ് ഒക്കെ നടത്താൻ നോക്കിയപ്പം സഹലിനെ ചേഞ്ച് ചെയ്ത് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഇഞ്ചുറി വന്ന് തിരിച്ചു കയറി പോകേണ്ടൊക്കെ സാഹചര്യം വന്നു. ഒരു തരത്തിലും അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഈ ഒരു മത്സരത്തെപ്പറ്റി പറയേണ്ടത്. ഇനി ബംഗളൂരു എഫ് സിയെ പറ്റി പറയുമ്പോഴത്തേക്കും അവർ തുടർച്ചയായിട്ടുള്ള 3ാമത്തെ വിജയം നേടി 9 പോയിന്റുകളായിട്ട് 1ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളത് പറയുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയണം. കാരണം ഞാൻ ബംഗളൂരു എഫ് സിയുടെ ഒരു പ്രതീക്ഷകളെന്ന നിലയ്ക്ക് സീസണിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു അവരുടെ ഏറ്റവും വലിയൊരു കരുത്ത് അവരുടെ ഡിഫൻസ് ആണ് എന്നുള്ളത്. പക്ഷേ ഇത്രയ്ക്ക് കരുത്താണ് എന്ന് പ്രതീക്ഷയില്ല. കാരണം സീസണിൻ്റെ ആദ്യത്തെ 3 മത്സരത്തിൽ ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കിയിട്ടാണ് അവർ വിജയിച്ചിട്ട് ഇപ്പോൾ പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. വാട്ട് എ സ്റ്റാർട്ട് എന്ന നിലയിൽ തന്നെയാണ് ബംഗളൂരു എഫ് സിയെ പറ്റി നമുക്ക് പറയേണ്ടത് എന്നുള്ളതാണ്. ആണെങ്കിലും ഈ മത്സരത്തിൽ ഇപ്പം ഒഡീഷ ആണെങ്കിലും അല്ലെങ്കിൽ BFC ആണെങ്കിലും കൂടുതൽ ഗോൾ അടിക്കാത്തതിലൊരു ക്രെഡിറ്റ് ഇപ്പം ജംഷഡ്പൂരിൻ്റെ ഗോൾ കീപ്പറായിട്ടുള്ള ആൽബിനോ ഗോമസ് മികച്ച 1-2 സേവുകൾ ഉണ്ടായിരുന്നു. അതുപോലെ പ്രതീക് ചൗധരിയുടെ ഒരു ഗോൾ ലൈൻ സേവ് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ വിശാൽ കേത്തിൻ്റെയും മികച്ച സേവുകളൊക്കെ നമുക്ക് ഈ ഒരു മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ ഒരു ഡബിൾ ഹെഡർ ഡേയിലെ മത്സരങ്ങൾ നിങ്ങളെങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതും നിങ്ങളുടെ വിലയിരുത്തലുകളും ഒക്കെ തീർച്ചയായിട്ടും ഒന്ന് കമ്പോസ് ചെയ്യാൻ പറ്റുമോ കാണിക്കാൻ സനി.